എൻ്റെ പേര് ആൻഷൈൻ. ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. 2016 എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് പീരീഡ്സ് ഭയങ്കര ഇറഗുലർ ആവുകയും മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോവുക, അതുപോലെ ഭയങ്കര ക്ഷീണം, കാലില് നഖം പിച്ചിയാ കിട്ടും പൊടി പോലെ. അപ്പം ഞാൻ നെയിൽ പോളിഷൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നടക്കാറ്. അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ തൈറോയിഡിൻ്റെ വ്യത്യാസമാണ്, ഡെലിവറിയോട് കൂടി ചിലർക്ക് വരുന്നതാണ്, അങ്ങനെ പറഞ്ഞ് മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇടയ്ക്ക് നന്നായി കൂടും, ഇടയ്ക്ക് സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോൾ നന്നായി കുറഞ്ഞു, അങ്ങനെ കൂടിയും കുറഞ്ഞും തൈറോയിഡിൽ വ്യത്യാസങ്ങളായിട്ട് 9.5 കൊല്ലത്തോളം ഞാൻ മരുന്ന് കഴിച്ചിരുന്നു. അപ്പോഴാണ് 2025 ജൂൺ 16, 17, 18 ദിവസങ്ങളിൽ സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസിൽ ഇവിടുത്തെ എൽറൂഹയുടെ ഒരു ധ്യാനം വരുന്നത്. കുട്ടികൾക്കുള്ള ധ്യാനമായിരുന്നു, പക്ഷേ ഞങ്ങളും കൂടിയായിരുന്നു, ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു തൈറോയിഡുള്ള ആളെ സുഖപ്പെടുത്തുന്നു. അത് ഞാൻ തന്നെയാണെന്ന് ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചു. അന്ന് മുതൽ ഞാൻ മരുന്നൊന്നും കഴിച്ചിരുന്നില്ല. പക്ഷെ എനിക്ക് കഴുത്തിൻ്റെ അവിടെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു. അപ്പോൾ വീട്ടുകാർ പറയും നീ മരുന്ന് കഴിക്കണം, ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞ് കണ്ടിന്യൂസ് 6 ആഴ്ച ഞാൻ ടെസ്റ്റ് ചെയ്ത്, എല്ലാ ശനിയാഴ്ചയും പോയി ടെസ്റ്റ് ചെയ്തു വീട്ടുകാരുടെ നിർബന്ധത്തിൽ. അപ്പം തൈറോയിഡ് നോർമലായിരുന്നു. അപ്പോൾ അവർക്കൊരു പേടിയുള്ളത് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 33 വിശ്വാസ പ്രമാണം 33 ദിവസം ഞാൻ ചെല്ലാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഇതിന്റെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബുദ്ധിമുട്ടോ കാലിൻ്റെതായ ബുദ്ധിമുട്ടോ അതിൻ്റെതായ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. മനസ്സിലായി, വിളിച്ചു പറഞ്ഞതാണ്. സെന്റ് ജെയിംസ് ആ കുട്ടികളുടെ നഴ്സിംഗ് കുട്ടികളുടെ ധ്യാനമായിരുന്നു, അതിലാണ് പങ്കെടുത്തപ്പോൾ സൗഖ്യം കിട്ടിയത്. ഫാർമസി ഉണ്ടായിരുന്നു, ഫാർമസി കോളേജിലാണ്. അപ്പൊ